തുടർച്ചയായ 3 പകലുകൾ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും രാത്രികളിൽ ട്രെയിനിൽ അടുത്ത സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയും ചെയ്തതിനാൽ നല്ല രീതിയിൽ അവശത തോന്നാൻ തുടങ്ങിയിരുന്നു. അതിനാൽ ഇന്ന് കാഞ്ചീപുരം എത്തി അവിടെ ഹോട്ടലിൽ മുറിയെടുത്ത് കിടന്നുറങ്ങണം എന്ന് കരുതിയായിരുന്നു മഹാബലിപുരത്ത് നിന്ന് കാഞ്ചീപുരത്തേക്ക് ബസ് കയറിയത്. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് കാഞ്ചീപുരത്തെ കൈലാസനാഥർ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 കിലോമീറ്ററുകൾ മാറിയാണ് ആ സ്ഥലം. എന്തായാലും ആ സ്ഥലം കൂടി സന്ദർശിച്ചിട്ട് മുറിയെടുക്കാം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. കാഞ്ചീപുരത്തെ 3 കാഞ്ചികളിൽ ഒന്നായ ശിവകാഞ്ചിയാണ് കൈലാസനാഥർ ക്ഷേത്രം. മറ്റ് 2 വിഷ്ണു കാഞ്ചിയും ജൈന കാഞ്ചിയുമാണ്. കാഞ്ചീപുരത്തിൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ കിഴക്കോട്ട് ദർശനമായി വേദവതി നദിയുടെ തീരത്തായാണ് കൈലാസനാഥർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചീപുരത്തെ ഏറ്റവും പഴക്കം ചെന്ന ഈ ക്ഷേത്രം ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഒരു മണൽക്കല്ല് ഘടനയാണ്. ദക്ഷിണേന്ത്യയിലെ പല്ലവ ഭരണത്തിൻ്റെ ഉന്നതിയിൽ AD 8-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാവായ രാജസിംഹനും മകൻ മഹേന്ദ്രവർമ്മൻ 4-മനും ചേർന്നാണ് കൈലാസനാഥർ ക്ഷേത്രം നിർമ്മിച്ചത്. പാറയിൽ കൊത്തിയ ഗുഹകൾക്കും ഏകശിലകൾക്കും പേരുകേട്ട പല്ലവർ നിർമ്മിച്ച ആദ്യകാല ഘടനാപരമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഹിമാലയത്തിലെ തൻ്റെ വാസസ്ഥലമായ കൈലാസപർവ്വതത്തിൻ്റെ നാഥൻ എന്നർത്ഥം വരുന്ന കൈലാസനാഥർ എന്ന പേരിൽ ശിവഭഗവാനെ ഇവിടെ ആരാധിക്കുന്നു. മഹാദേവി എന്നർത്ഥം വരുന്ന പെരിയ നായകി എന്ന പേരിൽ ശിവഭഗവാന്റെ ഭാര്യയായ പാർവതിയുടെ ഒരു ക്ഷേത്രവും ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉൾപ്പെടുന്നു. പല്ലവ രാജ്യത്തിൻ്റെ ചരിത്രം, സംസ്കാരം, ഭരണം എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്ന സംസ്കൃതത്തിലും തമിഴിലുമുള്ള നിരവധി ലിഖിതങ്ങളും ലിപികളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. രാമായണം, മഹാഭാരതം, ശിവപുരാണം, സ്കന്ദപുരാണം തുടങ്ങിയ ഹിന്ദു ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നുമുള്ള വിവിധ കഥകൾ ഇവിടെ തൂണുകളിലും ചുവരുകളിലും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. കാഞ്ചി കൈലാസനാഥർ ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. കറുത്ത കല്ലിൽ കൊത്തിയെടുത്ത 10 അടി ഉയരവും 16 വശങ്ങളുമുള്ള ഒരു ശിവലിംഗമായി ശിവഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നു. പ്രധാന ശ്രീകോവിലിന് ചുറ്റും 9 ചെറിയ ശ്രീകോവിലുകൾ ഉണ്ട്. ഓരോ ശ്രീകോവിലിലും ശിവഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ ശിവഭഗവാന്റെ വിവിധ രൂപങ്ങളെ ചിത്രീകരിക്കുന്ന മറ്റ് 58 ചെറിയ ക്ഷേത്രങ്ങളും കൂടി ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉൾപ്പെടുന്നു. പല്ലവർ ഈ നഗരത്തിൽ ആകൃഷ്ടരായി കാഞ്ചീപുരം അവരുടെ തലസ്ഥാനമാക്കി മാറ്റി. പല്ലവർക്ക് ശേഷം പിന്നീട് ചോളർ കാഞ്ചീപുരം ഏറ്റെടുത്തു. യുദ്ധസമയത്ത് ഈ ക്ഷേത്രം ഭരണാധികാരികൾക്ക് ഒരു സുരക്ഷിത താവളമായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. പല്ലവർ നിർമ്മിച്ചതിനു ശേഷവും കാഞ്ചീപുരത്ത് അതിൻ്റെ മൗലികത നിലനിർത്തിയ ഒരേയൊരു ക്ഷേത്രം ആണിത്. ബാക്കിയുള്ള എല്ലാ ക്ഷേത്രങ്ങളും പിന്നീട് ചോള രാജാക്കന്മാരും വിജയനഗര ഭരണാധികാരികളും കൃത്രിമം കാണിക്കുകയോ പരിഷ്കരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആത്മീയവും സാംസ്കാരികവുമായ അനുഭവങ്ങൾ തേടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പഴക്കമേറിയതും ഗംഭീരവുമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ കാഞ്ചീപുരത്തുള്ള കൈലാസനാഥർ ക്ഷേത്രം തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ്. ക്ഷേത്രത്തിന് പുറത്തായി ഒരു നന്ദി പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. തിരികെ നടക്കുമ്പോൾ കാഞ്ചീപുരത്തെ സംഗീത വിദ്വാൻ നൈനാർ പിള്ളൈ സ്ട്രീറ്റിൽ ഞങ്ങൾ കണ്ട കാഞ്ചിക്കുടിൽ എന്ന പൈതൃക ഭവനം ആണിത്. ആ വീടിൻ്റെ ഓടുകൾ ആണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീടാണ് കാഞ്ചിക്കുടിൽ എന്ന ബോർഡ് കണ്ടത്. പുറത്തു നിന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കണം എന്ന് കരുതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശിയോട് അനുവാദം ചോദിച്ചത്. എന്നാൽ അതിപ്പോൾ ഒരു മ്യൂസിയം ആണെന്നും ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി അവിടെയുള്ള കാഴ്ചകൾ കാണാൻ കഴിയും എന്നും മനസ്സിലായി. കാഞ്ചിക്കുടിലിന് സുദീർഘമായ ഒരു ചരിത്രമുണ്ട്. കർഷകനായിരുന്ന സുബ്ബരായ മുതലിയാർ എന്ന ഒരാളുടെ വീടായിരുന്നു ഇത്. മുതലിയാരും ഭാര്യ ആണ്ടാൾ അമ്മാളും മരിച്ചതിന് ശേഷം ആണ്ടാളിൻ്റെ സഹോദരപുത്രി ചന്ദ്രാദേവിക്ക് ഈ വീട് ലഭിച്ചു. അവർ 1999 ഈ വീടിനെ ഒരു മ്യൂസിയമാക്കി മാറ്റി. പഴയ കാലത്ത് അവിടെയുണ്ടായിരുന്ന ആളുകൾ എങ്ങനെ ജീവിച്ചിരുന്നുവെന്ന് കാണിക്കുന്ന ഒരു മാതൃകയായി 100 വർഷത്തിലേറെ പഴക്കമുള്ള ഈ വീട് നിലകൊള്ളുന്നു. അത്രയും പഴയകാലത്തെ വീട്ടുപകരണങ്ങൾ എല്ലാം തന്നെ നമുക്കവിടെ കാണാൻ കഴിയും.
ഇത്രയും പഴക്കമുള്ള വിചിത്രവും മനോഹരവുമായ ആ വീട് ഇപ്പോഴും നന്നായി സംരക്ഷിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് ഏറെ കൗതുകകരം. കുറച്ചധികം സമയം അവിടെ ചിലവഴിച്ച് ഞങ്ങൾ തിരികെ കാഞ്ചീപുരം ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് വന്നു. ഇന്ന് രാത്രി ഇവിടെ ഒരു ഹോട്ടലിലാണ് താമസം. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.